ഹലോ, നവരാത്രിയുടെ 4-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് തന്നെ ഉണർന്ന് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വിളക്കൊക്കെ ഒന്ന് മെഴുകി വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ നമ്മൾ തുടയ്ക്കണമായിരുന്നു. ഞാൻ തുടയ്ക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ആ ഒരു വിളക്കും കിണ്ടിയിരിക്കുന്ന ഭാഗത്ത് ആ ഒരു കറുത്ത കല നിൽക്കുന്നത്, അല്ലാതെ അഴുക്കൊന്നും അല്ല കേട്ടോ. അപ്പം തലേദിവസത്തെ നമ്മൾ എണ്ണയൊക്കെ മെഴുകി കളഞ്ഞതിന് ശേഷം പുതിയ തിരിയും പുതിയ എണ്ണയൊക്കെ ഇട്ടിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കരിന്തിരി, അതായത് നമ്മൾ തെളിയിച്ചിട്ട് പിന്നെ കെടുത്തി വെച്ചേക്കുന്ന തിരി ഒരിക്കലും തെളിയിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയാണ് എപ്പോഴും ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ വിളക്കെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ കിണ്ടിയിൽ എപ്പോഴും വെള്ളം വെക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ വെച്ച് കൊടുക്കുക. നമ്മളിവിടെ പെരും മഴയായത് കാരണം തന്നെ പൂക്കൾ പറിക്കാൻ പോകാൻ ഒരു നിവൃത്തിയില്ല. മഴ ഒരു പ്രശ്നമല്ല, പക്ഷേ ഇഴജന്തുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കിനെ അണിയിച്ചൊരുക്കുകയാണ്. അപ്പം 5 സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വിളക്കിൽ ചന്ദനവും കുങ്കുമവും മഞ്ഞളും ഒക്കെ വെച്ച് കൊടുക്കുക. അത് വിളക്കിനെ നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ മഹാലക്ഷ്മിയാണ് ഈ ചൊരുക്കി വേണം തെളിയിക്കാനെന്നാണ് പറയുക. അപ്പോൾ വൃത്തിയായിട്ടാണ് ഈ ചൊരുക്കിയെല്ലാം വെച്ചപ്പോഴത്തേക്ക് മോൻ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കിച്ചണിൽ എൻ്റെ പണിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോൻ വന്നിട്ട് വിളക്ക് തെളിയിച്ചോളും. അവൻ തെളിയിക്കുന്നതാണ് എനിക്കും അവനും സന്തോഷം. അവൻ പറ്റില്ല എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞാൻ തെളിയിക്കും. അങ്ങനെയാണേ. അപ്പോൾ എല്ലാ ദിവസവും മക്കൾക്ക് ഒരേ മൂഡൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ. എന്നാലും മോസ്റ്റ് ഓഫ് എല്ലാ ദിവസവും ശംഭൂട്ടൻ ഇഷ്ടമാണ്. ഞാനും കൂടെ നിൽക്കും കേട്ടോ. കാരണം തീ കൊണ്ടുള്ള കളി ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ അവന് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഈ കുടിവിളക്കൊക്കെ മേടിച്ച് തന്നത്. കഴിഞ്ഞ വർഷത്തെ നവരാത്രിയുടെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളൊരു ചെറിയ തളികയിൽ വെച്ചിട്ടാണ് അവന് തിരി വെച്ച് കൊടുത്തിരുന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് പേടിയായിട്ടാണ് അമ്മ ഒരു കൊടിവിളക്ക് നമ്മളെ ചെട്ടിവിളങ്ങര അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് എനിക്ക് പാഴ്സൽ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പം അതും കൂടെ ഈ ഒരു അവസരത്തിൽ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ പൂജാ ഏരിയയിൽ കുറേ ഗണപതി വിഗ്രഹങ്ങളുണ്ട്. അതേപോലെ മഹാലക്ഷ്മിയുണ്ട്, സരസ്വതി ദേവിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് സരസ്വതി ദേവിയും ശ്രീകൃഷ്ണനും അതേപോലെ ഗണപതിയാണ് കേട്ടോ. കൂട്ടത്തിൽ മുത്തപ്പനും ഉണ്ട്. അപ്പോൾ വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേരം നമ്മൾ ലളിത സഹസ്രനാമം വീഡിയോയിൽ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യുക, അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണേ. ഓട്ടട എന്ന് വെച്ചാൽ ആലപ്പുഴ സൈഡിലെ ഓട്ടട, അതായത് ഗോതമ്പും ഇലയിൽ വെച്ചിട്ടല്ലാണ്ട് ഗോതമ്പിലെ തേങ്ങയും പിന്നെ മധുരവും എല്ലാം ഇട്ടിട്ട് കല്ലിൽ പരത്തി ഉണ്ടാക്കുന്ന ഒരടയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനങ്ങ് പോയി കുറച്ച് അത്യാവശ്യം ഇതൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിട്ട് റെഡിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ശംഭൂട്ടനെ സ്കൂളിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ അവനും റെഡിയായി, യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ID കാർഡ് ഇടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അതിന് ശേഷം വന്നിട്ട് കുറി വെച്ചു. കാരണം എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ പിന്നെ യൂണിഫോം ഇടുമ്പോൾ ആദ്യമേ യൂണിഫോമിലെല്ലാം ഇത് ആവും. കുറച്ച് മഞ്ഞൾ കലർത്തിയിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത് ചന്ദനം. അപ്പോൾ അതിലെല്ലാം ആവണ്ടെന്ന് കരുതിയിട്ട് എല്ലാം റെഡി ആയതിന് ശേഷമാണ് ഞാൻ കുറി വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആളിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഓട്ടട എടുത്തിട്ടുണ്ട്. അത് അവന് വായിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതി. കാരണം ഈ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട്. അത് കയ്യിലാക്കിയിട്ട് ഫുള്ള് ദേഹത്തെല്ലാം തേച്ച് വെക്കും. അതാണ് പ്രശ്നം. വൈറ്റ് യൂണിഫോം അല്ലേ. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടമാണ് അവനെ വാരി കൊടുക്കാൻ, അവനും ഇഷ്ടമാണ് ഞാൻ വാരി കൊടുക്കുന്നത്. സ്വന്തം കഴിക്കാനുള്ള മടി കൊണ്ടും എനിക്ക് അവന് ഞാൻ കൊടുക്കുന്നത് ഫുള്ള് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ്. അമിതമായി അങ്ങനെ ഭക്ഷണം കുത്തി കയറ്റാറില്ല, പക്ഷേ കൊടുക്കുന്നത് വയറ് നിറച്ചും കൊടുക്കണം എന്നൊരാഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പം പിന്നെ അതേപോലെ തീപാർന്ന ഫുഡാണ് നമുക്ക് മൂന്ന് പേർക്ക് 3 നേരവും ഇഷ്ടം. അപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷ് ഫുഡ് അത് ഉണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ കഴിക്കാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഭാവിയിലൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉള്ളത് എവിടുന്നെങ്കിലും തണുത്ത ഫുഡൊക്കെ കിട്ടുമ്പം ചിലപ്പം ഇഷ്ടപ്പെടാഴിക വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്, കാരണം സ്കൂളിൽ കൊണ്ടുവന്ന ഫുഡ് വലിയ ഇഷ്ടത്തോടെ അല്ല ആൾ കഴിക്കുന്നത്. അപ്പോൾ തണുത്തതിൻ്റെയാണ്. പക്ഷേ അതേ സാധനം വീട്ടിൽ വന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദോശ, നമ്മുടെ അരിദോശയിലെ വീട്ടിൽ വെച്ചിട്ട് സാമ്പാറോ ചട്നിയോ കടലക്കറിയോ ഒക്കെ കൂട്ടിയിട്ട് നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആൾ ഒരു 1.5-2 ദോശയൊക്കെ കഴിക്കും. പക്ഷേ സ്കൂളിൽ ഒരു അരമുറി ദോശ കൊടുത്തു വിട്ടാൽ പോലും അത് കഴിക്കില്ല. കാരണം അത് തണുത്ത് പോകുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറും. പക്ഷെ അതങ്ങനെ അവൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കണ്ടുപിടിച്ച കാരണമാണത് കേട്ടോ. അല്ലാതെ വേറെ എന്ത് കാരണമാണ് ഉള്ളത് സ്കൂളിൽ പിന്നെ പോയിട്ട് കഴിക്കാതിരിക്കാനുള്ള? അപ്പം അറിയില്ല. എന്തായാലും ശരി. അപ്പോൾ ഇനി പാല് കൊടുക്കുകയാണ്. ഞാനൊരു ദോശയുടെ പകുതി ഞാനും അവനും എല്ലാം കൂടെ അങ്ങനെ ഷെയർ ചെയ്തൊക്കെയാണ് കഴിച്ചത്.
അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ നിൽക്കും. ഞാനല്ലാതെ സെപ്പറേറ്റ് എടുത്ത് എല്ലാ ദിവസവും ഒന്നും കഴിക്കാറില്ല. പിന്നെ പാല് കൊടുക്കുമ്പം ദേഹത്ത് വീഴുമ്പോൾ എന്തായാലും വീഴ്ത്തും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചുണ്ടിൽ നോക്കി ഉറ്റി വീഴും. അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടവലെടുത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറിയാതെ ഇന്ന് 3 ടവൽ എടുത്തിട്ട് വന്നു ലഞ്ച് ബോക്സ് പൊതിയാനായിട്ട്. അപ്പോൾ അതിലൊന്ന് അവിടെ കിടന്നത് അതിങ്ങനെ എടുത്ത് കൊടുത്തു. അപ്പോൾ തന്നെ അത് ഇറ്റുകയും ചെയ്തു. അത് ഞാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് യൂണിഫോമിലായേനെ. പിന്നെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ശംഭു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതും പറയുന്നതും ഒക്കെ. കളികളൊക്കെ ഈ സമയത്താണ്. ഗെയിമാണെങ്കിലും ഈ സമയത്ത് തന്നെയാണ് ഫോണിലൊക്കെ ഞാൻ കൊടുക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്താണ് കൂടുതൽ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ കുട്ടിക്ക്. നല്ലതാണോ മോശമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊടുക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അതൊരു മൈൻഡ് ഡൈവേർട്ട് ആവുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല, ഫുള്ള് കഴിക്കാറുണ്ട്. അപ്പം കുറച്ച് കളികളും കാര്യവും എല്ലാം ആയിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ഇല്ല കേട്ടോ. പുറത്തൊക്കെ പോയാൽ ആളൊറ്റയ്ക്ക് ഇപ്പോൾ കഴിച്ചോളും, ഫോണും വേണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കളിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ വഴി അങ്ങ് പൊയ്ക്കോളും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും സ്കൂളിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പം സ്കൂളിൽ ഒരു ദിവസം പോകണ്ട എന്ന് പറഞ്ഞപ്പം അങ്ങനെ മുഖം വീർപ്പിച്ച് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഇറങ്ങി. ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, മഴ ഇപ്പോൾ പെയ്യും എന്തായാലും. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോവുക. ഒരു വിഷമം ഉണ്ടാവില്ല. നഴ്സറി പക്ഷേ അങ്ങനെയായിരുന്നു. നഴ്സറിയിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. LKG UKG ആൾ അടിപൊളിയാണ് കേട്ടോ. ബസ്സിൽ പോകുന്നു. ബസ്സിൽ ഇന്ന് ചേച്ചിമാരുടെ കൂടെയാണ് ആളിരിക്കുന്നത്. വഴിക്ക് വെച്ച് തന്നെ എനിക്ക് മഴ കിട്ടിയായിരുന്നു. മഴ നന്നായിട്ട് നനഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം വരുന്ന വഴിക്ക് ഞാനൊന്ന് പൂ പൊട്ടിക്കാൻ ഇറങ്ങിയപ്പം ആ ചെമ്പരത്തി മരത്തിലെ ഫുൾ വെള്ളം എൻ്റെ ദേഹത്ത് വീണു. അത്യാവശ്യം നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ ഇവിടെ അടുത്ത വീട്ടിലുള്ള ആൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്രയും ദിവസം ചുമ്മാ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ താമസിച്ച 2 പേരുണ്ട്. അവരിപ്പോൾ പോവുകയാണ്. അപ്പോൾ നാളെ അടുത്ത ദിവസം നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവേനെയും കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ ഒന്ന് കൊണ്ടുവച്ച് ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ദൈവങ്ങൾക്കും അണിയിച്ചു കൊടുക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ, ദൈവങ്ങൾക്കെല്ലാം പൂക്കൾ അണിയിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ ചെറുതിലെ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് എൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു അമ്പലവാസിയാണ്. അപ്പോൾ പിന്നെ ആ അമ്പലത്തിലോട് ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ റൂട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണർന്ന് പല്ലേച്ച് കുളിച്ച് ഫ്രഷായി അപ്പം തന്നെ അച്ഛൻ്റെ അച്ഛൻ വെല്ലിച്ചൻ പറയും എണീറ്റോ, എന്നിട്ട് വേഗം പോയിട്ട് എല്ലാ മരത്തിലെ എല്ലാ പൂക്കളും പറിക്കാൻ പറയും. നമ്മളൊരു തുമ്പപ്പൂ തൊട്ട് എല്ലാ വീട്ടിലുള്ള ആ പാലമരത്തിലെ എല്ലാ പൂക്കളും പറിക്കും കേട്ടോ. എന്നിട്ട് ഏറ്റവും കൂടുതൽ പൂവ് മേശപ്പുറത്ത് കാണുന്ന ദിവസം വെളിച്ചന് ഏറ്റവും സന്തോഷമാണ്. കാരണം ഓരോ ദൈവങ്ങൾക്കും ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ കൊലയോടം എടുക്കുന്ന തെറ്റിപ്പൂവും നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഒക്കെ ഇതേപോലെ ചുവരിലുള്ള ഫോട്ടോകളിലെല്ലാം നിറച്ച് വെക്കും. എൻ്റെ വീട് നിറയെ ദൈവങ്ങളാണ്. അപ്പോൾ ഒരു അഗ്രഹാരം ഫീലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫുള്ള് അങ്ങനെ കൊമ്പുള്ളത്, അതായത് വലിയ കൊല തെറ്റിയൊക്കെ ആണെങ്കിൽ ഓരോ ഇതളുകളായിട്ട് എടുത്ത്, അതായത് ഓരോ കെട്ടുകളായിട്ടെടുത്ത് അങ്ങനെ വെച്ചിട്ട് ഓരോ ദൈവങ്ങൾക്ക് വെച്ച് കൊടുക്കും. പിന്നെ ഷെൽഫിലിരിക്കുന്ന ഓരോ തട്ടുകളിലിരിക്കുന്ന ദൈവങ്ങൾക്കെല്ലാം നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെയും കനകാമ്പരത്തിൻ്റെയും തുളസിയുടെയും ചെത്തിയുടെയും ഒക്കെ പൂക്കൾ ഇങ്ങനെ അടർത്തി മിക്സാക്കി എല്ലാ തട്ടുകളിങ്ങനെ നിറച്ച് പൂക്കളാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുളസി കൊണ്ട് മാല കെട്ടി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ അണിയിച്ചു കൊടുക്കും. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമാണ് കേട്ടോ തുളസിയല്ല പൂമാല കെട്ടാൻ അറിയാവുന്നത്. അതും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ മതപാഠശാലയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പോയിട്ട് ചെയ്തു പഠിച്ചതാണ്. അല്ലാതെ നമ്മളെ ആരും പഠിപ്പിച്ചു തന്നൊന്നുമല്ല. അങ്ങനെ പിന്നെ അന്ന് കുട്ടനപ്പൂപ്പൻ ഉണ്ടായിരുന്നു. കുട്ടനപ്പൂപ്പൻ മരിച്ചുപോയി. കുട്ടനപ്പൂപ്പൻ നമ്മുടെ വാഴനാര് കൊണ്ട് എങ്ങനെയാണ് പൂക്കൾ കെട്ടുന്നത് എന്നൊക്കെ മാല കെട്ടുന്നതെന്നൊക്കെ പഠിപ്പിച്ചു തരും. ഇപ്പം മുരളിമാമനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്പലത്തിൽ. പണ്ട് കുട്ടനപ്പൂപ്പനായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ കണ്ടു പഠിച്ചതല്ല, അല്ലാതെ നമ്മൾ ചെയ്തു പഠിച്ച കാര്യങ്ങളല്ല. അങ്ങനെ ഞാൻ മാലയൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ വെളിച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കുറേ പഴയ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ഓർത്തുകൊണ്ട് കിടന്നിട്ട് ഇന്ന് എനിക്ക് ഭയങ്കര മോശം ദിവസമായിരുന്നു. അതിനുശേഷം ഭയങ്കര വിഷമം, സങ്കടം, അങ്ങനെ ഒരു കിടപ്പ് കിടന്നു ഞാൻ. എന്താ സങ്കടം എന്താ വിഷമം എന്നൊന്നും ആരോടും പറയാനും പറ്റുന്നില്ല. എന്നാൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കരഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുമോ, അതും ഇല്ല. വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ക്യാമറ ഓണാക്കി വെച്ചത് തന്നെ വേറെ എന്തോ കാര്യത്തിന് ഓണാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ അറിഞ്ഞില്ല. പുതച്ച് ഒരേ കിടപ്പ്. ഒന്നാമതേ മഴയുടെ കാലാവസ്ഥ എനിക്കിഷ്ടമല്ല. ചൂടാണെങ്കിൽ നമുക്ക് തണുത്ത എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് തന്നെ ആ ദിവസങ്ങളൊക്കെ അങ്ങ് പോയിക്കോളും. പക്ഷേ ഈ മഴയാണെങ്കിൽ മടുപ്പ് പിടിച്ച് ഇങ്ങനെ പുതച്ച് കിടക്കണ്ടേ. അല്ലെങ്കിൽ
ആ ദിവസങ്ങൾ അങ്ങനെ നീങ്ങാത്ത പോലെ തോന്നും. എനിക്കാണെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് വേഗം പോകണം എന്നാണ് ആഗ്രഹം. ഞാൻ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാം എന്ന് കരുതി. കാരണം മൂഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കാം എന്ന് കരുതിയിട്ട് ഈ ട്രൈപോഡ് എടുത്ത് ടേബിളിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് ഞാൻ വന്ന് കിടന്നു. പക്ഷേ ഈ ട്രൈപോഡിലിരിക്കുന്ന ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടേയില്ല. അതുകൊണ്ട് ഏകദേശം 1.25 മണിക്കൂറോളം ഉള്ള വീഡിയോ ഉണ്ട് ഞാനിങ്ങനെ കിടന്ന് ഓരോന്ന് വിഷമിക്കുന്നത്. ശരിക്കും എനിക്ക് വിഷമം വന്നിട്ട് തന്നെ കിടക്കുന്നതാണ്. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എണീക്കുന്നൊക്കെ, പക്ഷേ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഭയങ്കര ഒരു വിഷമം. അപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു കേട്ടോ, ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. മേ ബി നമ്മൾ ഷുഗർ അധികം കഴിക്കുന്നില്ല, സോ ചോറിൻ്റെ അളവും എല്ലാം കുറച്ചു. അപ്പോൾ കാർബൊക്കെ കുറേ കുറഞ്ഞു. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം നമുക്ക് പെട്ടെന്നൊരു ഡയറ്റ് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കാം. സോ എണീറ്റിട്ട് നല്ലൊരു കോഫി ഇട്ട് കുടിക്കുക, അപ്പോൾ എല്ലാം ഓക്കെ ആവും എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു കേട്ടോ. എന്നിട്ട് മെല്ലെ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് എണീക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ എഴുന്നേറ്റിട്ട് കുറച്ച് പോപ്കോണും ഉണ്ടാക്കി, അതേപോലെ ഒരു കോഫി ഉണ്ടാക്കി, ഒരു നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി അതും കൂടെ ഉണ്ടാക്കിയിട്ട് വെറുതെ വന്നിരുന്ന് കുറച്ച് നേരം കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഓണായിട്ട് അങ്ങനെ ഒരു ആംഗിളിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ശരി എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള ആംഗിൾസ് നമുക്കിനിയും ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. ആ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത്. എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ശരി, അപ്പോൾ ദാ പോപ്കോണൊക്കെ കഴിച്ചു, ഒരു കോഫിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം 12 മണി. അപ്പോൾ ഏകദേശം 7 മണി 7:15 ആയപ്പോൾ ശമ്പുട്ടം പോയി. അതുവരെ എൻ്റെ മൂഡൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ പൂക്കളൊക്കെ വെച്ച് എന്തോ നാട്ടിലെ വീട്ടിലെ കാര്യങ്ങളും എന്തെല്ലോ ഓർത്ത് ആ ദിവസം അങ്ങനെ അങ്ങ് വിഷമമായിട്ട് പിന്നെ ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്ന 12 മണിക്കാണ്. ആ ഒരു 12 മണിക്ക് ഞാൻ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ എന്താണ് ഇത്രയും വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മഴയാണ് ഒന്നിനും സമ്മതിക്കാത്തത്. അപ്പോൾ ആ ഒരു എത്ര സമയം അത് റെക്കോർഡായി കാണുമെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. അതിനകത്തുനിന്ന് കട്ട് ചെയ്ത 1 മിനിറ്റാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മഴ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർത്തു, എനിക്കിപ്പോൾ ഇവിടെ പുതച്ച് മൂടി കിടക്കാം, പക്ഷേ കുഞ്ഞ് സ്കൂളിലാണ്, അപ്പോൾ അവന് തണുക്കുന്നുണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അവന് ഈ ഫീലിങ്സൊക്കെ ഉണ്ടാവുമല്ലോ. വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതി. നമുക്ക് സിമ്പിളായിട്ടൊരു റൈസ് ഉണ്ടാക്കാം, മിക്സഡ് വെജ് അല്ലെങ്കിൽ ഒരു സം കൈൻഡ് ഓഫ് പുലാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്, പീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പീസ്, കുറച്ച് ഓണിയൻ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്ഡായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ചൊരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു റൈസ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഒരു റൈസ് ഉണ്ടാക്കി, ഒരു പുലാവ് പോലെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുലാവ് പോലെ അങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ കറിയായിട്ട് സാലഡ് വെക്കാമെന്ന് വെച്ചപ്പോൾ മഴയല്ലേ, തീരെ സാലഡ് കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മട്ടർ പനീർ ഉണ്ടാക്കി. പൊതുവേ ശമ്പൂട്ടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് മട്ടർ പനീറൊക്കെ ഇഷ്ടം, കാരണം ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാമല്ലോ. അതിന് വേണ്ടി അവൻ്റെ ഫേവറേറ്റാണ് പനീർ കേട്ടോ. അപ്പം എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ഓൺലൈൻ പരിപാടിയും അതേപോലെ നമ്മുടെ കുറച്ച് നോട്ട് പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. देखो ഇപ്പോൾ ഈ ഒരു ഇരുട്ട് കണ്ടിട്ട് നമ്മളെ ഒരു രാക്ഷസൻ വന്ന് മൂടാൻ പോകുന്ന പോലെ ഒരു ഇരുട്ട്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ശമ്പൂട്ടൻ പിന്നെയും കുളിച്ച് ഫ്രഷൊക്കെ ആയി, ഞാനും കുളിച്ച് ഫ്രഷായി. അതിന് ശേഷം വിളക്കൊക്കെ തെളിയിച്ചു, കുറേ നേരം ഇരുന്ന് നാമം ജപിച്ചു. എനിക്ക് പൊതുവേ വിളക്ക് കത്തിക്കുന്നതൊന്നും വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വീഡിയോ എടുക്കുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഇരുന്ന് ഇങ്ങനെ നമ്മൾ നാമം ജപിക്കുന്നതും അതൊക്കെ നമ്മുടെ ഇച്ചിരി കൂടി ഡീപ്പർ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ പേഴ്സണൽ വരെ ഓക്കെ, അതിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പം ശരി, നമ്മൾ വീട്ടിൽ കുറച്ച് ചന്ദനത്തിരിയൊക്കെ തെളിയിച്ച് നല്ല ഇതാക്കിയപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ പറഞ്ഞു, അമ്മ എനിക്കിന്ന് ഡിന്നർ വേണ്ട പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ശരി എന്നാൽ ഒരു പഴം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പഴവും കൊടുത്ത് ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുത്തു. എനിക്കും വിശന്നില്ല,
കാരണം നമ്മൾ റൈസ് അത്യാവശ്യം ഉച്ചയ്ക്ക് കഴിച്ചു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ശമ്പൂട്ടിന് കൊടുക്കുമ്പോൾ അടയുടെ ഒരു അടയെടുത്തതേ ഉള്ളൂ. ബാക്കി ഉണ്ടാക്കിയ 2 എണ്ണം ഉണ്ടായിരുന്നു, അത് പ്രാവിന് കൊടുത്തു. അതേപോലെ എന്നിട്ടാണ് കേട്ടോ ഞാൻ വന്ന് കിടന്നതൊക്കെ. അതിനുശേഷം പഴമൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് അവനോട് എപ്പോഴും സംസാരിച്ചിരിക്കും കേട്ടോ. അവൻ TV കണ്ടാലും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അടുത്ത റൂമിലാണെങ്കിൽ ഓടി നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മൈൻഡ് ഔട്ടായിട്ടിരുന്ന് TV കാണുന്ന ഒരാളല്ല അവൻ കേട്ടോ. അങ്ങനെ പഴമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാനും ഒരു കട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. അവനും ഒരു ഗ്ലാസ് പാലൊക്കെ തിളപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് നാളെ കേർഡ് റൈസ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കേടൊക്കെ സെറ്റാക്കണം. അതേപോലെ നാളെ അപ്പുറത്തെ വീട്ടിലെ ഫാമിലി വരുമല്ലേ, അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ പോയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് വന്നു. അവൻ വരച്ചൊരു സ്ട്രോബെറിയാണ്. അത് കണ്ടിട്ട് സ്ട്രോബെറി പോലെ തോന്നുന്നുണ്ടോ? അതേപോലെ അതൊരു ചെറിയ ടൈനി ബുക്ക്, 4 ലൈൻ ബുക്കിലെ പേപ്പർ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് അവൻ്റെ കൂട്ടുകാർ ദിത്യയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണെന്നും പറഞ്ഞിട്ട് ആൾ പാക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. 2-3 പേർക്കുള്ള കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ആൾ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ, നാളേക്ക് ഇനി മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ആ സ്ട്രോബെറി എങ്ങനെയുണ്ട്, ഇഷ്ടമായോ അമ്മ, സ്ട്രോബെറി പോലെ ഉണ്ടോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്തു. പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് ആൾ തന്നെ എല്ലാം കൊണ്ടൊക്കെ വെച്ചോളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ആ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന കലണ്ടറിൻ്റെ ഡേറ്റ് മാറിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. വീഡിയോയിൽ പല ഭാഗത്തും അത് വന്നിട്ടുണ്ടായിരിക്കും. ആ കലണ്ടറിൽ ആരാടാ ഡേറ്റ് ചേഞ്ച് വെച്ച്? എന്നാൽ ശരിയാക്കിക്കേ. ഇന്ന് എത്രയാ തീയതി? ലഞ്ചിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിരുന്നു. അപ്പം അതിന് ഞങ്ങൾ അതൊരു ഇരിക്കുന്ന ഒരു ട്രങ്ക് ബോക്സ് ആണേ. അപ്പോൾ അതൊന്ന് പൊക്കിയിരുന്നു. അതിന് ശേഷം അത് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അവൻ മാറ്റി വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും കുറേ നേരം കളിച്ച് ഡേറ്റൊക്കെ ശരിയാക്കി വെച്ചു. ഈ അടുത്തിടെയായിട്ട് ചില ദിവസങ്ങളിൽ ശംഭു കലണ്ടറിലെ ഡേറ്റ് മാറ്റുന്നതൊക്കെ മറന്നു പോകാറുണ്ട്. ചിലപ്പം ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഞാൻ TV വെച്ച് കൊടുക്കുന്ന ദിവസമൊക്കെ ചിലപ്പോൾ മറന്നു പോകും. ചില ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ ആൾ ഇത് മാറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പാല് കാച്ചി ഉറയൊഴിക്കുകയായിരുന്നു. കാരണം നമുക്ക് നാളെ കേർഡ് റൈസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ രാവിലത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. നാളെ നമുക്ക് ആലു ഒരു രാജസ്ഥാനി സ്റ്റൈലിൽ ഉണ്ടാക്കണം. കാരണം അവർ വരുന്നത് ആൾക്കാർ രാജസ്ഥാൻകാരാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് ഫേവറബിളായിട്ടുള്ള ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ഒരു ഭണ്ഡാര സ്റ്റൈൽ ആലു കറിയാണ് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ അവിടെ അമ്പലങ്ങളിലൊക്കെ ഭണ്ഡാര വെക്കും. അതായത് നമ്മൾ ഈ സമൂഹ സദ്യ എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ പൂരി ആലു സബ്ജിയൊക്കെയാണ് കൊടുക്കുക നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പം അങ്ങനെ വെക്കുന്ന ഒരു ആലു സബ്ജിയുടെ റെസിപ്പി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ കുടിക്കാമെന്ന് കരുതി. കാരണം എനിക്കും വിശക്കുന്നില്ല ഡിന്നർ കഴിക്കാനൊന്നും. ഒഴിച്ച് മാറ്റി വെച്ചു. ആ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ എൻഡ് ആകുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അഭിപ്രായം പറഞ്ഞാലല്ലേ എനിക്കറിയൂ നിങ്ങൾ ഏത് വീഡിയോ തൊട്ടാണ് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ താങ്ക് യു. ഹാപ്പി നവരാത്രി.